ലാലേട്ടൻ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നവന്മാരാണ് പൊട്ടന്മാർ. ഈ ലാലേട്ടനെ പോലെ അഭിനയിക്കാൻ ആരുണ്ട് ഇവിടെ ഇന്ത്യയിൽ? ഞാൻ അങ്ങനത്തെ അതുപോലെ അഭിനയിക്കാൻ പറ്റിയ ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഹേറ്റേഴ്സ്, ലാലേട്ടൻ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവരും ലാലേട്ടനെ കളിയാക്കുന്നവർക്കും ആയിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു ചുട്ട മറുപടി നമ്മൾ പറയില്ലേ. എമ്പുരാൻ മിക്സഡ് റിവ്യൂസ് ആണെങ്കിൽ ഈ പടത്തിനൊരു നല്ല റിവ്യൂ തന്നെ ആയിരിക്കും. കരയാനുണ്ട്, നല്ലപോലെ കരയാനുണ്ട്. മോഹൻലാലിൻ്റെ കണ്ണിലൂടെയാണ് അഭിനയിക്കാൻ മോഹൻലാൽ കഴിഞ്ഞേ മാത്രമേ ഉള്ളൂ, വേറെ ആരും. കൊള്ളാം, കരയിപ്പിച്ച് കളഞ്ഞു. കൊള്ളാം, മോഹൻലാലിൻ്റെ അഭിനയം എല്ലാം കൊള്ളാം. കരയാനുണ്ട്, നല്ലപോലെ കരയാനുണ്ട്. ഒരു എന്താ പറയണ്ട, മോഹൻലാലിൻ്റെ കണ്ണിലൂടെയാണ് അഭിനയിക്കാൻ മോഹൻലാൽ കഴിഞ്ഞേ മാത്രമേ ഉള്ളൂ, വേറെ ആരും. കണ്ട് അലിഞ്ഞിരുന്ന് പോവുകയാണ്. കൊള്ളാം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എമ്പുരാനേക്കാൾ ഇതാണ് ഇഷ്ടപ്പെട്ടത്. കരഞ്ഞു കരയുള്ളതുകൊണ്ട് നല്ല പടമായിരുന്നു. ടു ബി ഫ്രാങ്ക്, ഞാൻ ലാലേട്ടനെ ലൂസിഫറിനെ കണ്ടതിന് ശേഷം ഈ ഒരു പടമാണ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ ഇറങ്ങുന്നത്. എമ്പുരാൻ മിക്സഡ് റിവ്യൂസ് ആണെങ്കിൽ ഈ പടത്തിനൊരു നല്ല റിവ്യൂ തന്നെ ആയിരിക്കും. ഓവറോൾ ദ പടം ഇസ് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഫാമിലി ആയിട്ടും വന്ന് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ പഴയ ലാലേട്ടനല്ലേ, പഴയ ലാലേട്ടനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഈ പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് തുടക്കത്തിലൊക്കെ നല്ല രസമായിരുന്നു, ചിരിക്കാനുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ സം ടൈം പടത്തിൻ്റെ മോഡ് തന്നെ അങ്ങോട്ട് ചേഞ്ച് ആകുക. അത് ആബ്സല്യൂട്ട്ലി നമ്മുടെ ഈ ഓഡിയൻസിനൊക്കെ പിടിച്ചിരുത്തുന്നൊരു സംഭവമാണ്. ഡെഫിനറ്റ്ലി ലാലേട്ടൻ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നവന്മാരാണ് പൊട്ടന്മാർ. ഈ ലാലേട്ടനെ പോലെ അഭിനയിക്കാൻ ആരുണ്ട് ഇവിടെ ഇന്ത്യയിൽ? ഞാൻ അങ്ങനത്തെ അതുപോലെ അഭിനയിക്കാൻ പറ്റിയ ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഹേറ്റേഴ്സ്, ലാലേട്ടനെ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവരും ലാലേട്ടനെ കളിയാക്കുന്നവർക്കും ആയിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു ചുട്ട മറുപടി നമ്മൾ പറയില്ലേ, അതാണ് ഈ പടം. പിന്നെ തരുൺ മൂർത്തി, അങ്ങേർക്ക് ഞാനൊരു നല്ലൊരു കയ്യടി. ഹി ഡിസേർവ്സ് ബിക്കോസ് അത്രയും നല്ല രീതിയിലാണ് ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും, സമൂഹത്തിൽ ആർക്ക് വേണമെങ്കിലും ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാം, ഫ്രണ്ട്സുമായിട്ട് വന്നിരുന്ന് കാണാം. അത്രയും നല്ലൊരു പടമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇറ്റ്സ് എ ഗുഡ് മൂവി. അതെ ഷുവർ. കാരണം കാണുന്ന ആൾക്കാരിൻ്റെ ഉള്ളിൽ തട്ടിക്കുന്ന രീതിയിലുള്ളൊരു മേക്കിംഗ്, ഈ പടത്തിൻ്റെ മേക്കിംഗ് ഏറ്റവും പറയപ്പെടുന്ന ഒരു സംഭവമാണ്. നല്ല രീതിക്ക് തന്നെ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള വർക്കും ദേ ഡിസേർവ്സ് എന്ന് പറയാം മച്ച് മോർ. ആരും പറയാനായിട്ട്. അങ്ങനെ ഉറങ്ങാൻ വേണ്ടിയുള്ളവർ പടം കാണാൻ വരരുത്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോൾ ആ ഒരു ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. ബിക്കോസ് ത്രില്ലിംഗ് ആണ്, നമ്മളിരുന്ന് കണ്ടുപോകും. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്.